എവരിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷിലെ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. യൂണിറ്റ് ഫസ്റ്റിലെ ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹാർമണി ഓഫ് മാർവൽസ്. ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പേര് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ വണ്ടേഴ്സ്, അത്ഭുതങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റും കുട്ടികൾ അതിൽ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആവും എന്നറിയുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് യൂണിറ്റ് അങ്ങനെ വളരെ ഇൻട്രസ്റ്റഡ് ആയ ഒരു യൂണിറ്റാണ്. ഇതിൽ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. എ റോബോട്ട് വിത്ത് എ വൈറസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, ആൻഡ് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. ഈ 3 ചാപ്റ്റേഴ്സും വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മളുടെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജീനെ പറ്റിയിട്ടും അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസും കുട്ടികൾക്കൊക്കെ അത് എത്രത്തോളം ഭാവിയിലേക്ക് എത്രത്തോളം ഉപകാരപ്രദമാവും എന്നുള്ള രീതിയിലാണ് ചാപ്റ്റേഴ്സ് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിന് ആൻസർ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ ഡോർവേ. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? റോബോട്ട്സിന് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കോമൺ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതൊക്കെ എന്താണ് ന്യൂസ് അപ്ഡേറ്റ്സിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ആൻസർ എഴുതി കാണിക്കുന്നില്ല, കാരണം അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട ആൻസറാണ്. അപ്പം നമുക്കറിയാവുന്ന രീതിയിലുള്ള കോമൺ ടാസ്കുകൾ റോബോട്ട്സ് ഇപ്പോൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് ഏതൊക്കെയാണ്? ക്ലീനിങ് റൂംസ്, കുക്കിംഗ് മീൽസ്, സെർവിങ് ഫുഡ്സ്, ഹെൽപ്പിംഗ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് പ്ലേയിങ് ഗെയിംസ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടാസ്കുകൾ റോബോട്ട്സ് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് എഴുതുക അതിൻ്റെ ആൻസറായിട്ട്. Then have you ever seen or heard of a robot that helps with the household chores? അതായത് വീട്ടുപണികളൊക്കെ സഹായിക്കുന്ന ഏതെങ്കിലും റോബോട്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അത് ആൻസർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ യു. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ വീട്ടിൽ കിട്ടുകയാണ്, അല്ലെങ്കിൽ ആ റോബോട്ടിൻ്റെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കുക? ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതുക. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് സം ഓഫ് ദി ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. എന്തൊക്കെ വരാം? ഫാന്, ഫോൺ, ദെൻ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം ഏതൊക്കെയാണോ നിങ്ങൾക്ക് അറിയാവുന്നത് അതെല്ലാം നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി നമുക്ക് ഇത്രയും ഡിസ്കസ് ചെയ്തത് തന്നെ നമ്മൾ ആ റോബോട്ട് എന്ന കോൺസെപ്റ്റിലേക്ക് എത്താനും റോബോട്ട്സിന് ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയും, റോബോട്ട്സിനെ പറ്റി നിങ്ങൾക്കുള്ള ഒരു അവയർനെസ് എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടാനും വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയിലോട്ടാണ്. സ്റ്റോറിയുടെ പേര് റോബോട്ട് വിത്ത് എ വൈറസ്. എഴുതിയിരിക്കുന്നത് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സണ്ണി മോർണിംഗിലാണ്. എന്താണ്, നല്ല എനർജറ്റിക് ആയ ഗോൾഡൻ ലൈറ്റ്സ് എല്ലാം സ്ട്രീറ്റിൽ വന്നു തുടങ്ങി. അതായത് ഏകദേശം നേരം നന്നായി വെളുത്തു. ആൻഡ് ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അതായത് വീടുകളുടെ മുകളിലെല്ലാമായിട്ട് എന്താണ് സൺലൈറ്റിൻ്റെ ഷെയ്ഡുകൾ വന്നു തുടങ്ങി. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. അങ്ങനെ എയർ നല്ല കോൾഡ്, ഡ്രൈ ആൻഡ് ഫ്രഷ് എയറൊക്കെ വന്നു തുടങ്ങി. ദ റേ ഓഫ് ദ സൺലൈറ്റ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. അതായത് സൂര്യപ്രകാശം റിക്കിയുടെ റൂമിലേക്ക് അവൻ്റെ ആ ഒരു റൂഫിന് മുകളിലുള്ള വിൻഡോയിലൂടെ അകത്തേക്ക് വന്നു തുടങ്ങി. ഹി വാസ് സ്റ്റിൽ ഇൻ ദ ബെഡ്. അത്ര നേരമായിട്ടും എന്തായിട്ടില്ല, റിക്കി എണീറ്റിട്ടില്ല. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള ഒരു യങ് ബോയ് ആണ് റിക്കി.
സോ ഇതിലുള്ള കോമൺ വേർഡ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കാസ്റ്റ് വേർഡിൻ്റെ മീനിങ് വരുന്നത് കോസ് എന്നുള്ളതാണ്. ഹ്യൂസിൻ്റെ മീനിങ് വരിക ഷെയ്ഡ്സ്. ക്രിസ്പ് എന്ന് പറയുന്നത് കോൾഡ്, ഡ്രൈ ആൻഡ് ഫ്രഷ് എയർ എന്നുള്ളതാണ്. സൺബീംസ് ഓഫ് കോഴ്സ് സൺലൈറ്റ് റേസ് ആണ്. ദെൻ സ്കൈലൈറ്റ് എന്ന് പറയുന്നത് വിൻഡോ ഓൺ എ റൂഫാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് പാരഗ്രാഫ്. Ricky lived in a lovely futuristic house which has everything you can ever want, but he was slovenly in his habits. He just threw his belongings all over the places. So പിന്നീട് പറയുന്നത് റിക്കിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറ്റിയാണ്. റിക്കി വളരെ റിച്ചായിട്ടുള്ള ഒരു ഫാമിലിയിൽ ജീവിച്ചിരിക്കുന്ന കുട്ടിയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മോഡേൺ ടെക്നോളജിയും ഇൻവോൾവ് ആയിട്ടുള്ളൊരു വീട്ടിലാണ് റിക്കി താമസിക്കുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ ഏറ്റവും മോശമായ കാര്യം എന്ന് പറയുന്നത് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. വളരെ അൺടൈഡി അല്ലെങ്കിൽ കെയർലെസ് ആയിരുന്ന ഒരാളായിരുന്നു റിക്കി. ഒരു കാര്യവും വൃത്തിയോടെ സൂക്ഷിക്കാതെ ഡിസോർഡറായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെയൊക്കെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു റിക്കി. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസസ്. അതായത് തോന്നുന്ന സ്ഥലത്തേക്കൊക്കെ സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരു ക്യാരക്ടറായിരുന്നു റിക്കിയുടേത്. താഴെയുള്ള പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. റിക്കി ഈസ് സിറ്റിംഗ് ദർ. യു ക്യാൻ സീ അബൌട്ട് ദ തിങ്സ് വിച്ച് ഈസ് ഹാപ്പനിങ് ദർ. ഓൾ ദ തിങ്സ് were thrown to somewhere. Okay, then his mother had to collect his belongings from all corners of the house. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അല്ലേ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ, ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ അറിയാം, അവരിങ്ങനെ ഓരോരോ സാധനങ്ങൾ വലിച്ചെറിയുക, അതെല്ലാം കളക്ട് ചെയ്ത് വെക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? അമ്മയുടെ. പക്ഷേ ഇവിടെ ചെറിയ കുട്ടിയല്ല, 11 വയസ്സായ കുട്ടിയാണ് റിക്കി. എന്നിട്ടും റിക്കി വലിച്ചെറിയുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കേണ്ട കടമ ഇപ്പോൾ ആരുടേതാണ്? അമ്മയുടേതാണ്. ഹിസ് മദർ, ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. ഷി ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. റിക്കി, കീപ്പ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അതായത് റിക്കിയുടെ അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ബാങ്കിലെ മാനേജറാണ്. ഇപ്പം എല്ലാ ദിവസവും രാവിലെ റിക്കിയുടെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം. പക്ഷേ അപ്പോഴൊക്കെ എന്താണ് ഉണ്ടാവും? റിക്കിയുടെ വർക്കുകളെല്ലാം അമ്മയ്ക്ക് ചെയ്യാനുണ്ടാവും. എപ്പോഴും റിക്കിയുടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും, റിക്കി കീപ്പ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. നിൻ്റെ ബാഗ് സ്റ്റഡി റൂമിൽ വെക്കൂ. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഡ്രസ്സ് ഇടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് ഒന്ന് കഴുകൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്താണ്? ഒരു കാര്യമില്ല. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. എപ്പോഴും ഗെയിംസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കലായിരിക്കും റിക്കീൻ്റെ പരിപാടി. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? എന്തുകൊണ്ടാണ് റിക്കിയുടെ ഹാബിറ്റ് സ്ലോവൻലി എന്ന് പറയാനുള്ള കാരണം കെയർലെസ് ആണെന്ന് പറയാനുള്ള കാരണം ഹി വാസ് ത്രോയിങ് ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസസ്. That's why his habits is described as slovenly. So നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. Ricky didn't help much around the house, but he was as excited as his parents when they bought the latest model of a butler robot. റിക്കി അങ്ങനെ വീട്ടിലൊന്നും ഹെൽപ്പ് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം അവന് ഭയങ്കര എക്സൈറ്റിംഗ് ആയ ഒരു കാര്യം വീട്ടിൽ നടന്നു. എന്താണ്? അവൻ്റെ അച്ഛനും അമ്മയും കൂടി ഒരു ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബട്ട്ലർ റോബോട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ഹൗസ് ഹോൾഡ് വർക്കൊക്കെ ചെയ്യാൻ ക്യാപ്പബിളായ ഒരു റോബോട്ടാണ് ബട്ട്ലർ റോബോട്ട് കേട്ടോ. അങ്ങനെ ഒരു റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് അവന് വളരെയധികം ഹാപ്പി വന്ന മൊമെൻ്റ് ആയിരുന്നു. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അത് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് അതിൻ്റെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും അങ്ങനെ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രോം ദ ഫ്ലോർ. ഏറ്റവും കൂടുതൽ അതിന് ചെയ്യേണ്ട വന്ന ജോലി എന്ന് പറയുന്നത് റിക്കീൻ്റെ താഴെ കിടക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തറയിൽ നിന്ന് എടുത്ത് വെക്കുക എന്നുള്ളതായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട വന്ന ജോലി. On the first day when he went to sleep, his bedroom was in a disastrous state as usual.
ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അതായത് അന്ന് റോബോട്ടിനെ കൊണ്ടുപോകുന്ന ദിവസം റിക്കി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ റിക്കിൻ്റെ റൂം വളരെയധികം വൃത്തികേടായിട്ട്, അതായത് എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് വൃത്തികേടായിട്ടായിരുന്നു കിടന്നിരുന്നത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ റിക്കി എണീച്ച് നോക്കുന്ന സമയത്ത് അവൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം ഭയങ്കര അടുക്കി ഒതുക്കി പെറുക്കി വെച്ചിരിക്കുകയായിരുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. റിക്കി രാവിലെ എണീറ്റപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇതെൻ്റെ റൂം തന്നെയാണോ? എന്ത് വൃത്തിയിലാണ് എൻ്റെ റൂം ഇരിക്കുന്നത്. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. വളരെയധികം അത്രമാത്രം ക്ലീനിലായിരുന്നു അവൻ്റെ റൂം ഉണ്ടായിരുന്നത്. റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. പക്ഷേ അത് റിക്കിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുന്ന ആളായതുകൊണ്ട് തന്നെ അവനെന്ത് ചെയ്യാൻ പറ്റിയില്ല, അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും ഫേവറേറ്റ് ഫുട്ബോളും കാണുന്നുണ്ടായിരുന്നില്ല. മാ, വേർ ഈസ് മൈ ടീഷർട്ട്, വേർ ഈസ് മൈ ബോൾ, ഹി പേസ്റ്റേർഡ് ഹിസ് മദർ. അവന് വളരെയധികം ദേഷ്യം പിടിച്ചു. അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും അവൻ്റെ ഫേവറേറ്റ് ബോളും കാണാതായപ്പോൾ അവൻ കണ്ടിന്യൂസ്ലി അമ്മേനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അമ്മ, എൻ്റെ ബോൾ എവിടെ, എൻ്റെ ടീഷർട്ട് എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. എല്ലായിടത്തും സെർച്ച് ചെയ്തെങ്കിലും അവനത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, വേർ കുഡ് ദേ ഹാവ് ഗോൺ. അവനോട് സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കി, അത് എവിടെ പോയിട്ടുണ്ടാവും. ഹൗവർ മച്ച് ഹി സെർച്ച്ഡ് ഡ്യൂറിങ് ദ ഡേ, ദോസ് 2 items ഡിഡ് നോട്ട് റീഅപ്പിയർ. കുറേ നേരം അന്ന് ദിവസം മൊത്തം സെർച്ച് ചെയ്തെങ്കിൽ കൂടി ആ 2 സാധനങ്ങൾ അവന് തിരിച്ചു കിട്ടിയില്ല. എന്തൊക്കെ? അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും അവൻ്റെ ഫേവറേറ്റ് ഫുട്ബോളും. സോ ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അങ്ങനെ അവനിഷ്ടപ്പെട്ട പല സാധനങ്ങളും അങ്ങനെ അവന് അന്വേഷിക്കുന്ന സമയത്ത് കിട്ടാണ്ടായി. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിങ് ബട്ട്ലർ റോബോട്ട്. അവന് തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി ഈ ബട്ട്ലർ റോബോട്ട് തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്, ഹി തോട്ട്. അവൻ ചിന്തിച്ചു, ഇതിന് വേറെ ആരുമല്ല ഉത്തരവാദി, ഈ ബട്ട്ലർ റോബോട്ട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ മിസ്സാവാനുള്ള കാരണം എന്ന് റിക്കി ചിന്തിച്ചു. Hatched a plan to spy on the robot and began following it around the house. അങ്ങനെ റിക്കി എന്ത് തീരുമാനിച്ചു? ആ റോബോട്ടിനെ നിരീക്ഷിക്കാൻ, ആരും കാണാതെ നിരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. സോ ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോസ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റി? റോബോട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റി. ദാറ്റ് ഈസ് റെഡ് ഹാൻഡഡ് മീൻസ് എന്താണ്? നമ്മൾ കൈയോടെ പിടിക്കുക, അല്ലെങ്കിൽ തെളിവോട് കൂടി തന്നെ ഒരു കുറ്റവാളി പിടിക്കുക എന്ന് പറയില്ലേ, ആ മീനിങ് ആണ് കേട്ടോ. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോസ്. അതായത് അവൻ്റെ ഫ്ലോറിൽ കിടന്ന ഒരു ക്ലോത്ത് എടുക്കുന്ന സമയത്ത് തന്നെ റിക്കി അത് കണ്ടു. സോ റിക്കി ഫോളോ ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് റിക്കി എന്ത് ചെയ്തു? ആ റോബോട്ടിനെ ഫോളോ ചെയ്തു. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അവന് വളരെയധികം സർപ്രൈസ് ആയി. എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബോട്ട് എന്തായിരുന്നു ചെയ്യുന്നത്? റോബോട്ട് അവൻ്റെ ആ ടീഷർട്ട് നല്ല വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്ത് അവിടെ ഒരു തുണികളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് വെക്കാണ് സ്റ്റോർ റൂമിൽ. പൈൽ ഓഫ് ക്ലോസ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ഓഫ് ക്ലോസ് ആണ്. USS എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സോ ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. Father, this butler robot is faulty. He has flinched my things. I think they programmed him badly. Let us send him off. എന്നിട്ട് എന്ത് ചെയ്യാണ്? റിക്കി നേരെ പോയി ഫാദറിനോട് കംപ്ലയിൻറ്റ് ചെയ്യാണ്. അച്ഛാ, ഈ റോബോട്ട് വളരെ മോശമായ റോബോട്ടാണ്, എൻ്റെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാണ്? കട്ടെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രോഗ്രാം ചെയ്തത് റൈറ്റായിട്ടല്ല, അതുകൊണ്ട് തന്നെ ഇതിന് തിരിച്ചു കൊടുക്കണം എന്നാണ് റിക്കി അച്ഛനോട് കംപ്ലയിൻറ്റ് പറയുന്നത്. Absolutely not. Father shook his head. He was an expert in robotics. അതെ, അവൻ്റെ അച്ഛൻ ഒരു റോബോട്ടിക്സിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടായ ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരാൻ യാതൊരു വഴിയില്ല. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ റോബോട്ടിനെ പറ്റി അദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. ഐ വാണ്ട് ടു ഗെറ്റ് റീഡ് ഓഫ് ഹിം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. വളരെയധികം ചൂടേറിയ ഒരു തർക്കമാണ് അവർ തമ്മിൽ നടന്നത്. അതെന്താണെന്നുള്ളതാണ് താഴെ പറഞ്ഞേക്കുന്നത് കേട്ടോ.
ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നീ അതൊന്ന് നോക്ക്, ആ റോബോട്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ വസ്തുവാണ്, അതെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നീ ഒന്ന് നോക്ക്. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, നല്ലതിനേക്കാൾ കൂടുതൽ ദോഷകരമായ കാര്യമാണ് റിക്കി ചെയ്യുന്നത്. റിക്കി അല്ല, റോബോട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് റിക്കി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഫാദർ, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്ക് ഇതുവരെ എന്ത് മനസ്സിലായിട്ടില്ല, എങ്ങനെയാണ് ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഐ കാണ്ട് അഗ്രി വിത്ത് യു, എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. നല്ലോണം പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ റോബോട്ട് ഭയങ്കര വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും എന്നാണ് റിക്കിൻ്റെ അഭിപ്രായം. Ricky kept on complaining to his parents about the robot hiding things that outweighed whatever useful things he did. അതായത് റിക്കി എല്ലാ മോശമായ കാര്യങ്ങളും പറയാൻ തുടങ്ങി. അവൻ്റെ നല്ല കാര്യങ്ങളൊക്കെ മറച്ച് വെച്ചിട്ട്, അതായത് റോബോട്ട് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മറച്ച് വെച്ചിട്ട് എന്താണ് പറയുന്നത്, മോശമായിട്ട് റോബോട്ട് ചെയ്യുന്നു എന്ന് റിക്കി വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെ റിക്കി കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. So one day the robot who was ringing past heard the boys' complaints. ഒരു ദിവസം ഇങ്ങനെ റോബോട്ട് പാസ് ചെയ്യുന്ന, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്, റിങ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോയ്, അതായത് റിക്കി അച്ഛനോടും അമ്മേനോടും ഒക്കെ ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയുന്നത് റോബോട്ട് കേട്ടു. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോസ്. കുറച്ച് ഷൂസും ക്ലോസും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് റിക്കിനോട് പറയാണ്. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. വളരെയധികം സൗമ്യമായ സൗണ്ടിൽ പറയാണ്, എനിക്കറിയത്തില്ലായിരുന്നു ഇതെല്ലാം താങ്കളെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നീ കുറേ കാലമായിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുകയാണ്, നിനക്ക് പിന്നെ എങ്ങനെയാ എന്നെ അത് ബോദർ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുക. അങ്ങനെയൊക്കെ വളരെ മോശമായ രീതിയിൽ റിക്കി സംസാരിക്കുകയാണ്. അപ്പോൾ റോബോട്ട് പറയുന്നു, ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ, ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം, ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്, അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം, ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ, വർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. റോബോട്ട് പറയാണ്, ഞാൻ പലപ്പോഴായിട്ട് കാണുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ താഴെ വലിച്ചെറിഞ്ഞിരിക്കുന്ന നിലയിൽ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ്, നിങ്ങൾക്ക് അതൊന്നും ഇനി ആവശ്യമില്ല എന്ന് വിചാരിച്ചു. അപ്പം എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എന്താ ചെയ്യുക, എടുത്തിട്ട് ആവശ്യമുള്ള വ്യക്തികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്താക്കി, ആവശ്യമില്ലാതെ നിങ്ങൾ വലിച്ചെറിഞ്ഞ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അത് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയുള്ളൊരു മാക്സിമം എഫിഷ്യൻസി മെഷീനാണെന്ന് ആ റോബോട്ട് പറയാണ്. Ricky was ashamed. He had spent all his life treating things as though they were useless. അന്ന് റിക്കിക്ക് മനസ്സിലായി, റിക്കി ഇതുവരെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും അവന് ഉപയോഗപ്രദമല്ലാത്ത സാധനങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹി ഹെയർഡ് ഫോർ നത്തിങ്. ഒന്നിനും ഒരു പ്രാധാന്യം അവൻ കൊടുത്തിരുന്നില്ല. there were many people in the world who would have been delighted to have Ricky's things. പിന്നെ അവനൊരു കാര്യം കൂടി മനസ്സിലായി, ഇങ്ങനെ റിക്കിക്ക് കിട്ടുന്ന പോലെ ഈ സാധനങ്ങളൊന്നും ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടാവും എന്നുള്ളത് റിക്കിക്ക് മനസ്സിലായി. Unlike him, they would have taken good care of them too. അതുപോലെ തന്നെ ഇവനെ പോലെയല്ല, അത് ലഭിക്കാതെ കിട്ടുന്ന ഒരാൾക്കാർക്കൊക്കെ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരിക്കും. അതായത് പൈസ ഒന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് വളരെ വിലപ്പെട്ടതാണ്. അവരത് പൊന്നുപോലെ സൂക്ഷിക്കും അല്ലേ. ആ കാര്യങ്ങളൊക്കെ റിക്കും മനസ്സിലായി. ഹി റിയലൈസ് ദാറ്റ് ദ റോബോട്ട് വാസ് നൈദർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്, റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അതോടുകൂടി റിക്കിക്ക് മനസ്സിലാവുകയാണ്, റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തതിലൊന്നും മിസ്റ്റേക്ക് ഇല്ല, അതിനെ നല്ല അടിപൊളിയായിട്ടാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ റിക്കിക്ക് മനസ്സിലായി. സോ സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ആ ഒരു കാര്യത്തിന് ശേഷം റിക്കി മാക്സിമം എഫിഷ്യൻസി ബോയായി മാറാൻ വേണ്ടി തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേക്ക് ഷുവർ ഹി ഡിഡിൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അതുപോലെ തന്നെ അവൻ്റെ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ തന്നെ
എന്താണ് അവന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാനും ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ടൈഡി ആയിട്ട് സൂക്ഷിക്കാനൊക്കെ അവൻ തീരുമാനിച്ചു. സോ ആൻഡ് ഹീ ടുക്ക് ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. ലീഫ് ഔട്ട് ഓഫ് റോബോട്ട്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ റോബോട്ടിൻ്റെ ബുക്കിൽ നിന്ന് ഒരു താള് ചീന്തിയെടുത്തു. അതായത് റോബോട്ടിൻ്റെ ലൈഫിൽ നിന്ന് റിക്കി ഒരു പാഠം പഠിച്ചു. വിത്ത് ഹിസ് പോക്കറ്റ്സ് മണി ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അതായത് അവൻ്റെ പോക്കറ്റ് മണി കൊണ്ട് തന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നൽകാനും അങ്ങനെ റിക്കി നല്ലൊരു കുട്ടിയായിട്ട് മാറി ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റോബോട്ട്. ഇതാണ് ഓതർ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. He holds a master's degree in management, and his passion for education and writing led him to create a collection of short stories for children on values. Some of his stories have been collected as an audio book titled The Pedro Fable Collection. His famous short stories include Red Moon, Black and White, The Lazy Little Bird, The Mocking Tiger, and The Tree and the Vegetables. സോ ഹീ ഈസ് ദ ഓതർ ഓഫ് ദ സ്റ്റോറി. വളരെ നല്ല ഒരു സ്റ്റോറിയാണ്, ഒരു മോറലൊക്കെ ഉൾക്കൊള്ളുന്ന സ്റ്റോറി. അപ്പം സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്